ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു ബ്യൂട്ടി സോപ്പാണത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന ഈ സോപ്പാണ് കേട്ടോ. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ ഈ സോപ്പിൻ്റെ ബേസ് ചെയ്തെടുക്കുന്നത്. സോപ്പിൻ്റെ ബേസ് ആദ്യം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോപ്പിൻ്റെ ബേസ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ളതിനെ വാങ്ങാൻ നോക്കുക. റേറ്റ് കൂടിയതും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതും കൂടിയിട്ട് വാങ്ങിച്ചെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ പാരബൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിത് കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്കിത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ അധികം ഫോർക്കൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അധികം പതയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഇത് മെൽറ്റായിട്ട് വന്നിട്ട് ചെറിയ ചെറിയ പീസസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതോടെ ഒന്ന് മെൽറ്റാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബേസ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, നമ്മുടെ സോപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ മുന്നേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പൂവ് ഉണക്കി പൊടിച്ചതിലേക്ക് റോസ് വാട്ടറും ഗ്ലിസറിനും വൈറ്റമിൻ ഓയിലും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള മിക്സ് ആയിരുന്നു. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നമ്മൾ ഈ ബേസിൽ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് കളർ ഉണ്ടെങ്കിലും ബേസിൽ നന്നായിട്ട് മിക്സ് ആയപ്പോൾ നമ്മുടെ കളർ ഒന്ന് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് മാറിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ സോപ്പ് ഉണ്ടാക്കി വരുമ്പോൾ നമുക്കിതൊരു ക്രീം ഷെയ്ഡായിട്ടാണ് വരുന്നത്. അതായത് ശംഖുപുഷ്പം ലിക്വിഡ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ ശംഖുപുഷ്പത്തിൻ്റെ ആ ബ്ലൂ കളർ നമുക്കിതിൽ കിട്ടുന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ അതേ ഗുണങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മോൾഡ് നിരത്തി വെച്ചതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതൊന്ന് സെറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളൊക്കെ നമുക്കിത് 1-1.5 മണിക്കൂറിനുള്ളിൽ നമുക്കിത് സെറ്റ് ആവുന്നുണ്ട്. എന്നാലും ഞാനൊരു 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോപ്പ് പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിറ്റേ ദിവസത്തെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സോപ്പിലേക്ക് നന്നായിട്ട് സ്മെല്ലൊക്കെ പിടിച്ച് നല്ലൊരു ക്വാളിറ്റിയുള്ള സോപ്പായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനും ഏറ്റവും ബെസ്റ്റാണ് ഈ സോപ്പ്. കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സെയിലായി പോകുന്ന ഏറ്റവും നല്ലൊരു സോപ്പാണത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റാണ് ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ടൈപ്പ് സോപ്പുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത് ഈ ഗോട്ട് മിൽക്കിൻ്റെ ഈ സോപ്പാണ്. ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളാണ് കേട്ടോ അപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവളാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രീം കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.